എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ളൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, 6 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക്, അര ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 കപ്പ് മല്ലിയില, 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 800 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള സവാള കാഷ്യൂനട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്നും മാറ്റാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓരോ പീസും ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയതും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ചിക്കനിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ചിക്കൻ ഗ്രേവി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിവിടെ മല്ലിയിലയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പുതിനയില തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല. പുതിനയില ചേർത്ത് കൊടുത്തിട്ടും ഗ്രീൻ ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.